ആ മീറ്റിംഗിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ബ്രദർ KV തോമസ് കാനം ആയിരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അത് കൂടാതെ വൈകിട്ട് 6:30 തന്നെ പാട്ട് ആരംഭിച്ചുകൊണ്ട് നാളത്തെ സുവിശേഷ നാളെ അവസാനത്തെ ദിവസമാണ്. നാളത്തെ ദിവസം ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു വരുവാൻ എന്ന് അറിയിച്ചിട്ടുള്ളത് ബ്രദർ ജോൺ കുര്യനാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ കടന്നു വരണം എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടി തന്നെ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി നാം ആരംഭിച്ചു, പ്രാർത്ഥനയോടുകൂടി തന്നെ അവസാനിപ്പിക്കാം. പുതുപ്പള്ളിൽ നിന്ന് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ ജോയ് അല്ലെങ്കിൽ ജോസഫ് എന്ന ആള് ഇപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം ചെയ്ത് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു വിശ്വസ്തമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കൂടി ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കടന്നു വന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ, ഞങ്ങളെ കുനിഞ്ഞു നോക്കുന്ന സർവശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്നും മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിപ്പാൻ ഈ രാത്രി ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കർത്താവെ ഇത്ര ശക്തിയോടുകൂടി സംസാരിപ്പാൻ തക്കവണ്ണം അത് കർത്താവെ ഞങ്ങൾക്ക് കേൾക്കുവാനും നിന്റെ സന്നിധാനത്തിൽ സമാധാനത്തോടെ ഇരിപ്പാനും അവിടുന്ന് അനുവദിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ തലകളെ വണക്കുവാൻ അവിടെ ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. പാപികളും ദോഷികളുമായിരുന്ന മനുഷ്യന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് സാധുക്കളായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തേടി വന്ന് ഞങ്ങളായിരുന്ന സ്ഥാനത്തേക്ക് നടന്നു വന്ന ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ ഇന്ന് രാത്രി നിന്റെ ദാസങ്ങൾ കൂടി ഇടയായതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. സത്യവചനത്തിന്റെ മുമ്പാകെ ഇരുന്ന് കർത്താവെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് നീതിയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവ് സ്വർഗത്തിന്റെ ഉടയവനായിരുന്നവൻ തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ പ്രസാദിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം. ആ ദൈവത്തെ പ്രദർശിപ്പിപ്പാൻ, ആ ദൈവത്തെ കർത്താവെ തെളിച്ച് കാണിക്കുവാൻ ഇന്ന് രാത്രി നിന്റെ ദാസങ്ങൾ കൂടി ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവെ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെയും അവിടുന്ന് അറിയുന്നതാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആ ശബ്ദം ധ്വനിക്കുമ്പോൾ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ, അവന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് തന്നെ കർത്താവെ നിന്റെ സന്നിധാനത്തേക്ക് വിശ്വസ്തയോടെ ചോദിപ്പാൻ അവിടെ നിന്ന് രാത്രി ഇടയാക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച സർവശക്തിയുള്ള ദൈവം, ഈ സകല പ്രപഞ്ചത്തെയും തന്റെ വാക്കുകളാൽ നിർമ്മിച്ച സർവശക്തിയുള്ള ദൈവം, മനുഷ്യകീടങ്ങളായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത് സ്വീകരിക്കുവാനുള്ള മനസ്സ് കർത്താവെ കടന്നു വന്ന ഓരോരുത്തർക്കും നീ കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ആ പരിശുദ്ധാത്മാവ് ദൈവം ഹൃദയത്തിന്റെ പല വേളകൾ വന്ന് മുട്ടുമ്പോൾ അവിടുന്ന് കർത്താവെ ഹൃദയം തുറന്നു കാണുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിപ്പാൻ കടന്നു വന്ന ഓരോരുത്തർക്കും ഇടയാക്കണം. ഇതുവരെയും ഈ കർത്താവിനെ തന്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമായി, ഒരു പുതിയ ദിവസമായി ഇന്ന് തുടങ്ങുവാൻ അവരെ നീ അനുവദിക്കണമേ. ആ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷമായിരിക്കാൻ, അതേ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾ കർത്താവെ എത്രമാത്രം വിശുദ്ധ ജീവിതം നയിക്കുന്നുവെന്ന് ഞങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുവാൻ ഈ രാത്രി വളരെ വ്യക്തമായി ശക്തിയായി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ ബലം ചെയ്തു എന്ന് പറയുവാൻ, കൈകൾ ഉയർത്തി നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ വചന സുവിശേഷന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ. ധാരാളമായ കൃപ ഇനി നീ കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന യോഗത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അനുഗ്രഹത്തിന്റെ മാരി ഞങ്ങൾക്ക് വേണ്ടി തന്ന ദൈവമേ, നാളത്തെ യോഗം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, ചില ആത്മാക്കൾ നിന്നെ കണ്ടുമുട്ടുന്നത് കാണുവാൻ അവർക്ക് വേണ്ടി കർത്താവെ ദൈവസന്നിധാനത്തൊക്കെ സമർപ്പിക്കാൻ ഇടയാക്കണമേ. ഞാൻ രക്ഷിക്കപ്പെട്ട് നിന്റെ മക്കളായി തീർന്നു എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായി എന്ന് ധരിക്കാതെ വണ്ണം ഞങ്ങളെ ഏൽപ്പിച്ച സത്യസുവിശേഷം
ആക്കളുടെ അടുത്തൊക്കെയും പോയി പറയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. മഹത്വമെല്ലാം അവിടുന്ന് എടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും ഞങ്ങൾ എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ